ഹായ് ഫ്രണ്ട്സ്, മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയെ മട്ടൺ വെച്ചുള്ളതാണ്. ഒരു മട്ടൺ ബിരിയാണി, നല്ല ടേസ്റ്റിയും ഈസിയുമായുള്ള ഒരു മട്ടൺ ബിരിയാണി നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. എൻ്റെ ചാനലേ മിനീസ് വേൾഡ് UK എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. പായോ. അപ്പം നമ്മുടെ സ്പെഷ്യൽ മട്ടൺ ബിരിയാണിക്ക് വേണ്ടി ആദ്യം ഞാൻ കുറച്ച് ഒനിയൻ ഫ്രൈ ചെയ്ത് വെക്കുവാണ്. ഒനിയനും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും റൈസിൻസും ഒക്കെ നമുക്കങ്ങ് ഫ്രൈ ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മട്ടൺ മാരിനേറ്റ് ചെയ്യാം. ഇങ്ങനെ ഒനിയൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ അതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പുപൊടിയും അതുപോലെ കുറച്ച് ഷുഗറും കൂടെ ഒന്ന് തൂവി കൊടുക്കണേ. ആ ഒനിയൻ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അതിന് ഭയങ്കര ഒരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് മറക്കല്ലേ ഈ ടിപ്പ്. ഇപ്പം നമ്മുടെ മട്ടൺ ബിരിയാണിക്കുള്ള മട്ടൺ നല്ലവണ്ണം വിനാഗിരി ഉപ്പും ഒക്കെ ഇട്ട് കഴുകി നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കുവാണ്. ഇത് 1.5 കിലോ മട്ടൺ ഉണ്ട്. ഇനി നമുക്ക് ഇതിനൊരു മാരിനേഷൻ കൊടുക്കാം. ഞാൻ ആദ്യമേ ഒനിയൻ ഫ്രൈഡ് ചെയ്ത് വെച്ചു, അതുപോലെ തന്നെ കിസ്മിസും കാഷ്യൂനട്ടും ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മട്ടണിലേക്കുള്ള മാരിനേഷൻ നമുക്ക് കൊടുക്കാം. ആ മാരിനേഷൻ ഇട്ടിട്ട് 1 മണിക്കൂറൊന്ന് വെക്കണം. അപ്പോൾ അതിനാദ്യം ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ 1.5 കിലോ മട്ടൺ ഉണ്ടല്ലോ, ആദ്യം ഈ കുക്കറിൽ ഇത് ഇറച്ചി ഒന്ന് വേവിക്കുന്നതിന് വേണ്ടിയുള്ള മാരിനേഷനാണിത്. ഇതിന് ഒരുപാട് ഞാൻ മസാലകൾ ചേർക്കുന്നില്ല, വീണ്ടും ഒന്നുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലകൾ. അതുകൊണ്ട് ആദ്യം ഇപ്പം ഞാൻ 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ 1 സ്പൂണ് തന്നെ ഗരം മസാല ചേർക്കുന്നുണ്ട് ഞാൻ. ഗരം മസാല, അതുപോലെ തന്നെ 1/4 സ്പൂണോളം മല്ലിപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, അതുപോലെ തന്നെ കുറച്ച് നമ്മൾ ഫ്രൈഡ് ഒനിയനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, അതുപോലെ തന്നെ പുതിന, മല്ലിയില, അത് തൈര് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. നമ്മളിപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് വലിയ 1 കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 15 അല്ലി വെളുത്തുള്ളി കൂടെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് പുതിന ഇല, 1 പിടി പുതിന ഇല ഗാർണിഷിങ്ങിന് വേണ്ടിയുള്ള വെച്ചിട്ട് ബാക്കി കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. അതുപോലെ തന്നെ നല്ല 1 പിടി മല്ലിയില. ഇതിലേക്ക് തന്നെ തൈരിട്ടാണ് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കും. ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തു. അപ്പം നമ്മൾ ജിഞ്ചർ ഗാർലിക്ക്, കൊറിയാണ്ടർ ലീഫ്, പുതിന എല്ലാം കൂടെ നല്ലവണ്ണം ബ്ലെൻഡ് ചെയ്ത് എടുത്തത് അതിൻ്റെ ഒരു പകുതിയോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ബാക്കി പകുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇറച്ചി വേകാൻ വെക്കട്ടെ. ഇപ്പം 4 വിസിലടിച്ച്. അപ്പം മട്ടൺ നല്ലവണ്ണം വെന്തിട്ടുണ്ട്, പക്ഷെ മട്ടണിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതൊന്ന് പറ്റിക്കണം. നല്ല കുറുകിയിരുന്നാലേ, പെരണ്ടിരുന്നാലേ അത് മട്ടൺ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് വരത്തുള്ളേ. അപ്പം അതിന് വേണ്ടി ഒരു പാൻ വെച്ചു. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ബാക്കി കുറച്ച് സവോളയൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനു വേണ്ടി ഞാൻ കുറച്ച് എണ്ണയും നെയ്യും കൂടെ കുറേശ്ശെ മതി. 1/4 ടീസ്പൂണ്, 1/4 ടീസ്പൂണല്ല, ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ച് ഈ സവോളയൊന്ന് വഴറ്റിയെടുത്തിട്ട് കുറച്ച് മസാലകളും ചേർക്കണമല്ലോ. അപ്പം നമ്മൾ ഓനിയൻ ഫ്രൈ ചെയ്ത് ബാക്കി ഇരുന്ന എണ്ണയാണ് ഒഴിച്ചത്. അപ്പം ഞാൻ ആദ്യം ഓർത്തു ഓയിലും കുറച്ച് ഗീയും കൂടെ ചേർക്കാമെന്ന്. അത് വേണ്ടി വന്നില്ല. നമ്മൾ സവോള വറുത്ത എണ്ണ ഇരുന്നത് ഒഴിച്ച് അതിലേക്ക് 2 സവോള ചെറുതായി അരിഞ്ഞു വെച്ചിരുന്നതും 5 പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തതും കൂടെ ഒന്ന് വഴറ്റി. നമ്മൾ പുതിനായും ജിഞ്ചർ ഗാർലിക് എല്ലാം മിക്സിയിൽ അരച്ചെടുത്തപ്പോൾ അതിനകത്ത് പച്ചമുളക് ചേർത്തില്ല. അപ്പോൾ ഇപ്പം ഞാനത് ചതച്ചിട്ട് 5 പച്ചമുളക്, ബാക്കി നമ്മൾ മസാലകൾ ചേർക്കുമ്പോൾ അതിൻ്റെ എരിവ് വരും. സവോള പാതി വാടി വന്നപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് 1/4 ടീസ്പൂണ് നമ്മൾ സോൾട്ട് ചേർത്ത് കൊടുത്തായിരുന്നേ. ഈ സവോളയിലെല്ലാം ഒന്ന് സോൾട്ട് പിടിച്ചാൽ മസാല ഉണ്ടാക്കുമ്പോൾ
നല്ല ടേസ്റ്റ് വരത്തുള്ളേ. അപ്പം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇപ്പം സവോള ഒരു നല്ലവണ്ണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലയ്ക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് ഞാൻ വീണ്ടും 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലി പൗഡർ, 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ എല്ലാം ഒരു 3/4 വെച്ചാണ് ഇടുന്നത്. 3/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, അത്രയും മതി. ഇനിയും ഈ പൊടിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മുമ്പേ അരച്ച് വെച്ചതിൻ്റെ ബാക്കി കുറച്ച് പുതിനയും മല്ലിയിലയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് അരച്ചതിൻ്റെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. അതും കൂടെ നമുക്ക് ചോറിനകത്തേക്കുള്ള ആ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാൻ കുറച്ച് വെച്ചിട്ട് ബാക്കി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഒരു ഇച്ചിരി ഞാൻ വെച്ചിട്ടുണ്ട് ചോറിലേക്ക് ചേർക്കാൻ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് ഈ കുക്കറിൽ വെന്തിരിക്കുന്ന മട്ടൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് മസാലക്കൂട്ടുകൾ, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ എല്ലാം ഒരു 4-5 എണ്ണം വെച്ച് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ മട്ടന് ചേർക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മിക്സിയുടെ ജാറിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തല്ലോ, അതെല്ലാം അതിൻ്റെ 1 സ്പൂണ് ഇതിലേക്കും ചേർത്ത് കൊടുത്തേ. ഇനിയും വെള്ളം നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്. വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇപ്പം ചോറൊരു 60% വെന്തിട്ടേ ഉള്ളേ. ഒരു 80% ആകുമ്പം നമുക്ക് ലെമൺ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു നാരങ്ങയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ഒരു 80% വേവാകുമ്പോൾ ഇപ്പോൾ ഈ വെള്ളത്തിൽ ചേർത്ത് കൊടുത്താൽ ആ ചോറിന് പുളി പിടിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴായിട്ട് ചോറ് വെക്കുമ്പം, പണ്ടൊക്കെ ഞാൻ ആദ്യമേ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുമായിരുന്നു. ഇപ്പോഴായിട്ട് ചോറ് ഒന്ന് ഊറ്റാറാവുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പം നമുക്ക് ചോറ് 80% വെന്തുള്ള നല്ല പൊടുപൊടാന്ന് കിടക്കുന്നു ചോറ്. ആ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ട്. അതാ മട്ടന് ചേർക്കാൻ വേണ്ടി ബ്ലെൻഡ് ചെയ്തതിൽ കുറച്ച് നമ്മൾ ഇതെല്ലാം കൂടെ ഇതിൽ ചേർത്തല്ലോ ചോറിൽ. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ചോറിന്. അപ്പോൾ ഇനിയും വലിയൊരു പാത്രം വെച്ചു. ലെയറായിട്ട് നമുക്ക് ആദ്യം മട്ടൻ ഇട്ട് കൊടുക്കാം. കുറച്ച് മട്ടൻ, പാതി മട്ടനെ ആദ്യത്തെ ലെയറായിട്ട് ഇടാം. അത് കഴിഞ്ഞ് നമുക്ക് ചോറിടാം. അങ്ങനെ ലെയറായിട്ട് നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ഇൻ ബിറ്റ്വീന് നമുക്കതുപോലെ പുതിനായും മല്ലിയിലയും അതുപോലെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്, വണ്ടിപ്പരിപ്പും എല്ലാം നമുക്ക് ഒന്ന് ലെയറായിട്ട് ഇട്ടിട്ട് കാണാം. നമ്മൾ ആദ്യം ഫസ്റ്റ് ലെയർ നമ്മൾ മട്ടൻ ചേർത്തിട്ട് പിന്നെ സെക്കൻഡ് ലെയർ നമ്മൾ റൈസ് ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് എല്ലാം വറുത്ത് വെച്ചിരിക്കുന്നതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇലകൾ ഇട്ട് കൊടുക്കണം. അതുപോലെ കുറച്ച് പാലിനകത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട് ചോറിനൊരു കളർ കിട്ടാൻ വേണ്ടി. അപ്പോൾ അതും ഒന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ കുറച്ച് നെയ്യും ഓരോ ലെയറിലും ചോറിട്ട് കഴിയുമ്പം കുറേശ്ശെ നെയ്യ് ഇങ്ങനെ ഒന്ന് തൂവി കൊടുക്കണം. അങ്ങനെ നമുക്ക് എല്ലാം ലെയർ ചെയ്ത് ഇതിപ്പം നമ്മൾ ചോറും മട്ടനും എല്ലാം ലെയർ ചെയ്ത് അത് ദമ്മിടാൻ വേണ്ടി വെച്ചേക്കുവാണ്. സീൽ ചെയ്ത് നമ്മൾ ഫോയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നല്ലൊരു അടപ്പും കൂടെ വെച്ച് അത് കഴിഞ്ഞ് ഒരു കല്ല് നല്ല ഫുൾ ഫ്ലെയിം തീയിൽ ചൂടാക്കാൻ ഇട്ടേക്കുവാണ്. ഇതൊരു 5 മിനിറ്റ് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ പാത്രം എടുത്ത് വെക്കാം. ഇതാണ് നമ്മളുടെ മട്ടൻ ബിരിയാണിയുടെ ഫൈനൽ സ്റ്റേജ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ നിങ്ങളെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇത് നല്ല റൈസൊക്കെ ഒന്നേലൊന്ന് തൊടാതെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മസാലയ്ക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല.
നല്ല അടിപൊളി ടേസ്റ്റാ. ഞാനേ കൊറിയാണ്ടർ ലീഫും പുതിനായിലയും ജിഞ്ചർ ഗാർലിക്ക് അതുപോലെ ഫ്രൈഡ് ഒനിയന് അതിലൂടെ കുറച്ച് കാഷ്യൂനട്ടൂടെ ചേർത്തു. നിങ്ങൾ ഇനിയും മട്ടൻ ബിരിയാണി ചെയ്ത് നോക്കുമ്പം അങ്ങനെ പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ആദ്യം ഇതിനകത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വറുത്ത് വെച്ച കാഷ്യൂനട്ട് ഇല്ലേ, അതിൽ ഒരു പിടി കാഷ്യൂനട്ടൂടെ ഇട്ടൊന്ന് അരച്ച് നോക്കി. ആ ഗ്രേവിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പം നല്ലൊരു ടിപ്പല്ലേ ഇത്. അതുപോലെ തന്നെ നമ്മൾ ആ മട്ടൻ്റെ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഫ്രൈഡ് ഒനിയനൊക്കെ ഇടണം. നിങ്ങളും അങ്ങനെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. എന്നാലും ഈ കാഷ്യൂനട്ടൂടെ ഒന്ന് ചേർത്ത് നോക്കി ഇനി അടുത്ത പ്രാവശ്യം നിങ്ങളും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്. താങ്ക് യു ഓൾ. ബൈ നൗ.